ഹായ് ബഡീസ്. ആക്ച്വലി കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. സോ ഇന്ന് ഒരു ലേസി ഡേ കിട്ടിയപ്പോഴത്തേക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ബാജ്റേൻ്റെ മാവ് കിട്ടി ഞങ്ങൾക്ക്. സോ അത് വെച്ച് ഒരു ലഞ്ച് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാജ്ര വെച്ച് വേറെ റെസിപ്പീസൊക്കെ ഉണ്ട്. റോട്ടിയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. സോ ഇന്ന് അതുകൊണ്ട് വേറെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബാജ്റേൻ്റെ ഒരു 3 കപ്പ് മാവെടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉള്ളി, മുളക്, ക്യാരറ്റ്, പിന്നെ പൊടികളെല്ലാം നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി കസ്തൂരി മെത്തിയും കുറച്ച് ഈ ചീരേൻ്റെ ഇലയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വേറൊന്നുമില്ല. അതിൽ ഇങ്ങനെ ചെറിയൊരു ലൂക്ക് വാം വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ റോട്ടിയുടെ കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടി ലൂസ്, എന്നാൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി ഹാർഡും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ ഇത് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ നോർത്ത് ഇതൊരു മെയിൻ ഡിഷാണ്. ചീല എന്നാണ് ഇത് പറയുന്നത്. ആക്ച്വലി നമ്മുടെ മഹാരാഷ്ട്ര, UP, രാജസ്ഥാൻ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് എല്ലാവരും മോസ്റ്റ്ലി വെജീസ് അല്ലേ. സോ അവർക്ക് ഒരു ഈസി റെസിപ്പിയാണിത്. ഞാനത് ലഞ്ചാക്കാമെന്ന് കരുതി. ഇത് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു റോട്ടിയുടെ നമ്മുടെ ഒറട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ട്രിവാൻഡ്രത്തൊക്കെ ഇതിന് ഒറട്ടി എന്നാണ് പറയുന്നത്. വേറെ നാട്ടിൽ വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ അരി വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് വെച്ചിട്ട് ഉരട്ടി ഉണ്ടാക്കുന്ന മാതിരി ഞാൻ ബാജ്ര വെച്ചിട്ട് അതേ ഒരു സാധനം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നു. ഇവിടെയുള്ളവർ അതിനെ ചീല എന്ന് പറയും. ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് ബാറ്റർ ചെയ്തെടുക്കണം. ഒത്തിരി ലൂസും അല്ല, അതായത് നമ്മുടെ കല്ലിൽ വെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ എന്താ പറയുക, ഒഴുകാനും പാടില്ല, എന്നാൽ ഒത്തിരി ഹാർഡായിട്ടിരിക്കാനും പാടില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ അതിനെ ഒന്ന് മേക്ക് ചെയ്തെടുക്കണം. ഇതിനെ ഞാൻ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇതിനെ ഞാനൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒരു കറി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. സോ റെഡി, എൻ്റെ മാവൊന്ന് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറീൻ്റെ എന്താ നോക്കാം. കറി എന്ന് പറയാൻ വലിയ കറിയൊന്നും അല്ല. ഞാൻ ആക്ച്വലി ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ളവരൊക്കെ ഇത് പിക്കിൾ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അവർക്ക് ജസ്റ്റ് പിക്കിൾ വെച്ചിട്ടും ഇത് ആക്ച്വലി ചില അല്ലാണ്ടും കഴിക്കാം, തന്നെ കഴിക്കാനും നല്ലതാണ്. സോ ഞാൻ ഈ പാനിൽ ഇച്ചിരി കടുക് വറുത്തിട്ട് കുറച്ച് ഗാർലിക്കും 2 ടൊമാറ്റോയും ഇച്ചിരി നമ്മുടെ ചുമന്ന മുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരിയും അരച്ചിട്ടില്ല, ബിക്കോസ് ഇങ്ങനെ ക്രഷായിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമാണ്. എന്നിട്ട് അതിന് വീണ്ടും കടുക് വറുക്കുക. നേരത്തെ ഒരു വട്ടം കടുക് വറുത്തത് കൊണ്ട് കടുക് ഇടുന്നില്ല. ഞാൻ ഇച്ചിരി ഉഴുന്നും ഇച്ചിരി ഉലുവയും ഇടുന്നുണ്ട്. ദെൻ അതൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും ഒരു തക്കാളിയും ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് മൂക്കുന്ന വരെ വഴറ്റുന്നുണ്ട്. ബാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ മുളകൊക്കെ ഇട്ടതുകൊണ്ട് വേറെ പൊടികളൊന്നും ഞാൻ ഇടുന്നില്ല. എന്നിട്ട് ആ പൾസ് ചെയ്ത് വെച്ചേക്കുന്നതിനെ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് വെള്ളം വറ്റി മൂക്കുന്നവരെ. ഇതിൽ ഞാൻ ഇച്ചിരി വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഇതിൽ പുളി ഇടുന്നവരുണ്ട്, അല്ലാണ്ട് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് അരയ്ക്കുന്നവരുണ്ട്. ഇത് എൻ്റെ ഒരു സ്റ്റൈൽ തക്കാളി ചട്നി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊരു ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. അല്ല, മുളകിൻ്റെ കവർപ്പൊന്ന് മാറാനായിട്ട് ഞാൻ ഇച്ചിരി ജാഗ്രി ഇടുന്നുണ്ട്. സോ ആ ജാഗ്രിയൊക്കെ അലിഞ്ഞ് വെള്ളവും നല്ലപോലെ ഒന്ന് വറ്റിക്കഴിഞ്ഞ് ഓൾമോസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റായി, അപ്പോൾ മാറ്റി വെക്കാം. ഇതിലൊരു ഫൈനൽ ടച്ച് പോലെ ഞാൻ ഇത്തിരി കസൂരി മെത്തിയും കൂടി അതിൻ്റെ മേലിൽ തൂകിയിട്ട് ഇത് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ കറിയും സെറ്റായി. ഇനി നമുക്ക് ചീല ചുട്ടെടുക്കാം. ഓക്കെ, ഞാൻ പാൻ ഒന്ന് മീഡിയം ചൂടിലാക്കിയിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം ഇതിന്. നോർമൽ ഞാനിവിടെ കോക്കനട്ട് ഓയിലൊന്നും അല്ല,
നോർമൽ നമ്മുടെ സെസമീൻ്റെ എന്താ നല്ലെണ്ണ അതാ തേക്കുന്നത്. തേച്ചിട്ട് ഇച്ചിരി മാവെടുത്തിട്ട് ഞാൻ ഈ സ്പാച്ചുലയാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും ഈസിയാണ് അതിൽ പരത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വച്ച് അതിൽ തന്നെ വെച്ച് അതുകൊണ്ട് പരത്തി അഡ്ജസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ ഒരു റോട്ടിയുടെ ഷേപ്പ് കിട്ടും. അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി ഒരു മീഡിയം ഫ്ലെയിം വെക്കണം. ഒത്തിരി ഹൈ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നത് എന്താ പറയുക, മുരിഞ്ഞു പോകും. എന്നാൽ മൊരിയും വേണം, പക്ഷേ ഒരു എന്താ പറയുക, കുക്കാവണം നന്നായിട്ട്. അതിന് വേണ്ടിയിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. വച്ചിട്ട് നന്നായിട്ട് പരത്തി നമ്മുടെ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അതിന് മേലിലും ഞാൻ ഇച്ചിരി എണ്ണ തൂവുന്നുണ്ട്. സോ ആ ഒരു ക്രിസ്പിനെസ്സും അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഒതൻറ്റിസിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, മാവെടുക്കുമ്പോൾ ഒത്തിരിയും പതലയായിട്ട്, അതായത് തിന്നായിട്ട് വയ്ക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കട്ടിക്ക് വേണം മാവ് വെച്ച് പരത്താൻ വേണ്ടിയിട്ട്. കാരണം ഒത്തിരിയും തിന്നായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുക്ക് ആയി കഴിയുമ്പോഴത്തേക്കും പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു റൗണ്ട് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല, അത് മുറിഞ്ഞു പോകും. സോ ഒരു റൊട്ടിയുടെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് റോട്ടിയുടെ ഒരു ഇതിൽ കഴിക്കാൻ പറ്റും. ഞാൻ നല്ലതായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, എന്നാലേ അതിൻ്റെ ഒരു ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ എൻ്റെ ബാജ്റ റോട്ടി ശരിയായിട്ടുണ്ട്. ബാജ്റ ചീല, സോറി. ഇനി കഴിച്ചിട്ട് വരാം. അപ്പോൾ ബൈ.